മക്കളെ, കസേരകള് നട്ടലിൻ്റെ കസേര അടർന്നവര്, തിരിഞ്ഞിരിക്കുന്നവര്, നടുവല് വളഞ്ഞിരിക്കുന്നവര്, നെഞ്ചു തൊട്ട് കഴുത്ത് തൊട്ട് മൂടല്ലവര്, വല്ലാത്ത മിന്നിപ്പിടുത്തം വേദനയുള്ളവര്, നീറിറക്കം മാറാത്തവര്, പതകിന് നീരോടിക്കേറുന്നവര്, ഭുജങ്ങളിൽ നീര് വീഴുന്നവരെല്ലാം കുഞ്ചിക്ക് പിൻകഴുത്തിന് കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുടിവേറ്റവനെ, ഞങ്ങൾക്ക് മുൾക്കിടം ചൂടിയവനെ, കർത്താവെ, അടിപ്പട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഇറങ്ങട്ടെ. I command you in the name of Jesus Christ to be healed. യേശുവേ നന്ദി, ഹല്ലേലൂയ. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന, 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 ആരാധന. മക്കളെ, കല്യാണം ഒത്തുവരാത്തവരെ ഈ മോതിര വിരലിലെ പിടിച്ച് കർത്താവിനത് ഏൽപ്പിക്കണം. കല്യാണം ഒത്തുവരാത്തവര്, ഇപ്പൊ കല്യാണത്തിന് വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവര്, ഭാര്യയും ഭർത്താവും വർഷങ്ങളായിട്ട് അകന്നിരിക്കുന്നവര്, അന്യരാജ്യങ്ങൾ, രണ്ടുപേരും രണ്ട് രാജ്യങ്ങളിലായിരിക്കുന്നവര്, എപ്പോഴും സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുന്നവര്, ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നവർ, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നവർ, ഇപ്പോൾ കോടതി കേസുള്ളവർ ഒക്കെ ഈ മോതിര വിരലിൽ പിടിച്ചിട്ട് ഒരു കാലത്ത് കർത്താവ് നിന്നെ സാക്ഷിയാക്കിയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് ഈ ബന്ധം, ഈ ഉടമ്പടി ചെയ്തത്. ഈ ഉടമ്പടി വിരലാണിത്, എൻ്റെ മോതിര വിരല് ഉടമ്പടി വിരല. ഈ ഉടമ്പടി വിരല് കർത്താവ് ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അന്ന് നീ എനിക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, അൾത്താറയിൽ വെച്ച് എന്നിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾ, കാലങ്ങൾ ഏതെങ്കിലും കാലത്ത് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒക്കെ ഞങ്ങൾ അകലുകയും ചെയ്തു, പിരിയുകയും ചെയ്തു. കർത്താവെ, ഇപ്പോഴുള്ള അവസ്ഥയിൽ കർത്താവെ, വരപ്രസാദം നഷ്ടപ്പെടാതെ ജീവിക്കാൻ അങ്ങയുടെ തിരുമനസ്സാണെങ്കിൽ ഞങ്ങൾ ഐക്യപ്പെടുത്തണം. അല്ലെങ്കിൽ പാപമില്ലാതെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ബിബിൻ്റെ പ്രസംഗം കണ്ടു. ബിബിൻ എന്താ പറയണത്? ബിബിൻ പറയണത് എനിക്ക് കുറേ ഇൻറ്റേർണൽ മാർക്ക് കുറവായിരുന്നു എന്നാണ് പറഞ്ഞത്. 20 പേപ്പർ എഴുതിയെടുക്കാനുണ്ട്. ബിടെക്കാർക്ക് മറ്റു അക്കാഡമിഷ്യൻസൊക്കെ അറിയാൻ പറ്റിയത് എന്താ പറയണതെന്ന്. അതായത് ഇൻറ്റേർണൽ അസസ്മെൻ്റ് മാർക്കുണ്ടല്ലോ, അത് റെക്കോർഡിലൂടെ അല്ലെങ്കിൽ ഹോം വർക്കിലൂടെയൊക്കെ വരണ മാർക്കുകളാണ്. അതിവനില്ല, മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ?
ഇൻറ്റേർണൽ മാർക്ക് ഇല്ലെന്ന് അവൻ പറയണത് പല വിഷയങ്ങൾക്കും. പിന്നെ അതുകൊണ്ടാണ് അവന് ഹോപ്പില്ലാത്തത്. ഞാൻ എങ്ങനെ എന്ത് എഴുതാനാണ്? എനിക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്കില്ലല്ലോ, ഇൻറ്റേർണൽ മാർക്കില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെയാണ് 20 പേപ്പർ എഴുതണത്? അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ എഴുതാൻ പറഞ്ഞെന്ന്. അതിൽ രസമാണ് അതൊരു സാക്ഷ്യം കേൾക്കാൻ. അവസാനം ഞാൻ എഴുതാൻ പോകുമ്പോൾ ഞാനൊരു പണി ചെയ്ത് കുറേ പത്രം വാങ്ങിച്ചു ഓട്ടോറിക്ഷക്കാർക്ക് കൊടുത്തത്. എന്തിനാ അപ്പം ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് നീ ഓട്ടോറിക്ഷ കൊടുത്തത്? അതിൽ ഓട്ടോറിക്ഷക്കാരാകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് പത്രം അവിടെ വെച്ചേക്കും, വന്നവർക്ക് അവർ തന്നെ കൊടുത്തോളൂ. അപ്പോഴങ്ങനെയെങ്കിലും കർത്താവിനെ മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കില്ല എന്നാണ് ഇവൻ പറയണത്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, കോവിഡായപ്പോൾ ലോക്ക്ഡൗൺ ആയില്ലേ, അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി ഓരോരുത്തർക്ക് അഡ്രസ്സ് നോക്കി സെൻഡ് ചെയ്തെന്ന്. ഓരോ മനുഷ്യന്മാർ ചെയ്യണ പരിപാടി കണ്ടില്ലേ? അവർ നമ്മൾ പറയണതല്ല ചെയ്യണത്, അതിൻ്റെ ഇരട്ടി കാര്യങ്ങളാണ് ചെയ്യണത്. ഇതെന്താ ഈശോ പണ്ട് പറഞ്ഞതാണ്, നിന്നോട് 1 മൈൽ ദൂരെ പോകാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോകണം. അത് വായിച്ച മോളെ. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ, ഏറ്റു പറഞ്ഞ 1 മൈൽ ദൂരെ പോകാൻ, 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോവുക. 2 മൈൽ ദൂരം. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ അങ്ങനെയാ. അല്ല 1 മൈൽ ദൂരം പോകാൻ പറയുമ്പോൾ എങ്ങനെ 1/2 മൈൽ പോകാം? മലയാളിയല്ലേ, മലയാളിയുടെ പ്രശ്നം അതാണല്ല. 1 മൈൽ പോകാൻ പറയുമ്പോൾ നമ്മുടെ സുഹൃത്തത്ത് ഇതെങ്ങനെ 1/2 മൈലാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇല്ലേ? അങ്ങനെയല്ല. പ്രേക്ഷിത പ്രവർത്തനം ദൈവത്തോട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയണത് 1 മൈൽ പോകാൻ നിന്നോട് ആവശ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? നിങ്ങൾ 2 മൈൽ പോകണം. അതാണ് 5 കാശ് രൂപ വാങ്ങിക്കാവുന്ന ചിഞ്ചു പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞ് 10 മേടിക്കുന്നത് പറഞ്ഞു. അത് ലോഡ് കൂട്ടിക്കൊടുക്കരുത്. ഇവരെന്താ ചെയ്തിരിക്കണത്? വിപിനെന്താ ചെയ്തിരിക്കണത്? അവന് പോകാൻ കോവിഡായതുകൊണ്ട് ലോക്ക്ഡൗൺ ആയിപ്പോയി. പക്ഷേ എന്ത് ചെയ്യും? കോവിഡ് കഴിയട്ടെന്ന് പറഞ്ഞ് ഇരുന്നില്ല. അഡ്രസ്സ് നോക്കി എടുത്തിട്ട് അറിയാവുന്ന അഡ്രസ്സൊക്കെ എടുത്തിട്ട് പോസ്റ്റിൽ ഈ സാധനം വിട്ടു. ഇത് എന്താ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് നമ്മൾ സത്യസന്ധരാണ്, നമ്മൾ വിഷയം ഓറിയൻറ്റഡ് അല്ല, നമ്മൾ ദൈവം ഓറിയൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? നമുക്ക് എപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആണ്, അതാണ് കുഴപ്പം. പരിശുദ്ധാത്മ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. എപ്പോൾ കെട്ടാൻ പറ്റും, ഈ കല്യാണം ഒക്കുമായിരിക്കുമോ, ഇപ്പോൾ ഇതോടുകൂടി ഈ മാസം ഗർഭിണിയാകുമോ, പ്രൊമോഷൻ. അപ്പോൾ നമ്മൾ വിഷയം ഓറിയൻറ്റഡ് ആകും. അപ്പം നമ്മൾ മെറ്റീരിയൽ ജഡികരായി പോകും. ജഡികത്തല്ല കുഴപ്പം എന്താ? ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നമ്മൾ ദൈവത്തെയാണ് ഓറിയൻറ്റഡ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിലേ അത് വായിച്ചോളൂ. യോഹന്നാൻ്റെ സുവിശേഷം. ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡവും എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വായിച്ചോളൂ. ഗലാത്യ 6:8. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഇതാണ് ഗലാത്യ 4:8. എന്താ പ്രശ്നം? നമ്മൾ ജഡം വെച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. ജഡമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജോലി, നമ്മളെന്താ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാം ജഡമല്ലേ. ജോലി, വീട്, വിവാഹം, പ്രൊമോഷൻ, സാമ്പത്തികം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതെപ്പോൾ നടക്കും എന്ന് അത് നടക്കണില്ല, ഇത് നടക്കണില്ല, അവർ വന്നില്ല. അപ്പോൾ എന്ത് കൊടുത്താലും തൃപ്തിയാവത്തില്ല. മനസ്സിലായ? അങ്ങനെ അത് ഒന്നിനു വായിച്ച വചനം. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് പറ്റേണ്ടത് അതാണ്. നിങ്ങൾ വെക്കണ വിഷയത്തെ മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തുള്ളൂ.
അതെപ്പോൾ നടക്കും, അതെങ്ങനെ നടക്കും, അത് നടന്നാൽ പോലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ നിങ്ങൾ അളിഞ്ഞ മോന്തയായിട്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കും. അതാണ് ജഡത്തിനായി വിതയ്ക്കുന്ന നാശം. പിന്നെ എന്താ അടുത്ത വായിച്ചേ? ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ എന്ന് പറഞ്ഞ ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അതായത് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് എന്താണ് ഇതുകൊണ്ട് പ്രയോജനം? നമ്മുടെ പ്രയോജനം ആരാ നോക്കേണ്ടത്? ദൈവമല്ലേ നോക്കേണ്ടത്, നമ്മളല്ലല്ലോ, അല്ലേ? ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി കൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം? ബിബിൻ അതാണ് ചെയ്തത്. ബിബിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു കക്ഷിയാണ് ഉടമ്പടിയിൽ. നമുക്ക് ദൈവത്തോട് കക്ഷിയാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല, ടാലി ആകത്തില്ല. എന്താ അതുകൊണ്ട് എബ്രാഹാവും ദൈവമായിട്ട് ഉടമ്പടി ചെയ്തപ്പോൾ എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നീയുമായിട്ട് ഉടമ്പടി ചെയ്യേണ്ട കാര്യം എനിക്കില്ല. കാര്യം ദൈവം ആര്? ഒരു മനുഷ്യനാര്? പക്ഷേ നിന്നോട് ഉടമ്പടി ചെയ്യണത് മുഴുവനും എൻ്റെ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഒരു കോംപ്രമൈസ് ചെയ്യണം. എന്താണ്? നീ എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തെളിയിക്കണം. മനസ്സിലായില്ലേ? എന്നോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നീ എന്ന് തെളിയിക്കണം. നീ ഒരു കക്ഷിയല്ലേ ഉടമ്പടിയില്ലേ? ബൈലാറ്ററൽ ഉടമ്പടിയല്ലേ? ഉഭയകക്ഷിയല്ലേ? തുല്യകക്ഷിയല്ലേ? അപ്പോൾ ഒരിക്കലും തുല്യകക്ഷി ആകത്തില്ല. എങ്കിലും ഞാൻ നിന്നെ ഉടമ്പടിക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? കുറഞ്ഞ പക്ഷം നീ എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയുള്ളവനായിരിക്കണം. 17:1. ശ്രദ്ധിക്കട്ടെ. അബ്രാഹത്തിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. 17:1 അല്ലേ? ഉൽപ്പത്തി പുസ്തകം 17:1 എബ്രാഹത്തിനോട് പറഞ്ഞതാണ്, എൻ്റെ മുമ്പിൽ നീ ഏറ്റു പറഞ്ഞ്, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. അപ്പോൾ ഉടമ്പടി നൽകുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. കാര്യം ദൈവവും നമ്മളും തമ്മിൽ ടാലിയല്ല. ഒരു കക്ഷി എന്ന നിലയിൽ ദൈവവും നമ്മൾ തമ്മിൽ ഒരു കക്ഷിയല്ല. എങ്കിലും ദൈവം ഒരു കക്ഷിയായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഉടമ്പടിയിലേക്ക് ബൈബിളിൽ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണത് എന്താണ്? ബി പെർഫെക്റ്റ് as your heavenly Father is perfect. ഈശോ പറഞ്ഞതാണ്. ആ ദൈവത്തിൻ്റെ ഒരു മനസ്സാണ്. എന്താണ്? നിന്റെ സ്വർഗസ്ഥനായ പിതാവ് 5:48. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞോളൂ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അതായത് കർത്താവിൻ്റെ വചനത്തിന് അന്വേഷണമായി അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ we are actually moving to the perfection. നമ്മൾ പൂർണ്ണതയിലേക്ക് നീളുകയാണ്. ഇതാണ് എൻ്റെ മാത്തമാറ്റിക്സ്. ഇപ്പോൾ 5:48 എന്താണ്? പരിശുദ്ധാത്മ. ഇതൊന്നും പഠിച്ച വചനങ്ങളല്ല കേട്ടോ. ഇപ്പോൾ ഓൺലൈനിൽ ഈശോ നൽകിക്കൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. അതായത് ഇതിനെ ലിങ്ക് ചെയ്ത് പരിശുദ്ധാത്മാവിനെ ലിങ്ക് ചെയ്യണത് 17:1 എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമനായിരിക്കുക എന്ന് പറഞ്ഞ അതേ വചനത്തിൻ്റെ തന്നെ പുതിയ നിയമ വേർഷനാണ്. എന്താ? ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതായത് എന്നെപ്പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുക എന്ന് വെച്ചതിന് അർത്ഥം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നിസ്സാര കാര്യമല്ല. ഇതിനകത്ത് മുഴുവൻ ഉടമ്പടിയുടെ മുഴുവൻ ആത്മാവെന്ന് പറയണത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. സകല വാഗ്ദാനങ്ങൾ യേശുവിൽ അതേ എന്നായതുകൊണ്ട് നമ്മൾ അവൻ്റെ ദൈവമഹത്വത്തിനായി ആമേൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് ചെല്ലണ പ്രാർത്ഥനയില്ല. നിർഭാഗ്യവശാൽ 2000 കൊല്ലങ്ങളായിട്ട് നമുക്ക് ചെല്ലണ പ്രാർത്ഥനയെ പരിചയമുള്ളൂ. ഇത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് മാറാൻ, ദൈവിക വാഗ്ദാന പ്രകാരം അവൻ പറഞ്ഞ പൂർണ്ണതയിലേക്ക് നീങ്ങാൻ, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നേറുകയാണ്. അപ്പോൾ ഇതൊരു മുന്നേറ്റമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിലാണ് നമ്മൾ. അപ്പോൾ അവൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കണം. എന്താണ്? നമ്മുടെ കക്ഷി, ദൈവം ഒരു കക്ഷി. കുറഞ്ഞ പക്ഷം
ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോകരുതെന്നർത്ഥം. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് പോയത് കായൻ പോയായിരുന്നു, ജൂദാസ് പോയായിരുന്നു, അങ്ങനെ കുറേ ആൾക്കാർ സന്നിധി വിട്ട് പോയായിരുന്നു, ഇല്ലേ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാകുക എന്നുള്ളത് ഒരു കൃപയും ഒരു വിളിയുമാണ്. ദാവീദ് എല്ലാ പാപങ്ങളും ചെയ്യുമ്പോൾ അനുതാപം കൊണ്ട് അവൻ പറയും, അങ്ങനെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നല്ലേ? ഉടമ്പടി പാലിച്ചുകൊണ്ട് ദൈവം വിഭാവന ചെയ്യുന്ന പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള കക്ഷിയായിട്ട് മാറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം എബ്രാഹത്തിനോട് പറഞ്ഞത്, നിന്നോട് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ അപ്ഡേറ്റ് ചെയ്യണം. നീ ഇങ്ങനെ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാവണം. മനസ്സിലായില്ലേ? സന്നിധി വിട്ട് പോകരുത്. നിത്യേന പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശുദ്ധിയുടെ മാർഗത്തിലൂടെ കടന്നു വരാൻ ശ്രമിക്കുകയും ചെയ്തു. ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കവേ 2018 ആയപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരാൾ ഈ വസ്തു നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഇത് കൊടുക്കാനുള്ള പ്ലാൻ ഇരിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് വാങ്ങാൻ ആളുണ്ട്. അയാളുടെ സ്വന്തത്തിൽപ്പെട്ട ഒരാളെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പെൻഷനായി തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അയാൾ ഈ വസ്തു എടുത്തോളാം. അപ്പോൾ അയാൾ എന്നോട് വില ചോദിച്ചു. എനിക്ക് പെട്ടെന്നൊരു ഉൾപ്രേരണ ഉണ്ടായി. ഞാൻ അതിനിടയ്ക്ക് ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്ത്. ആദ്യത്തെ ഒരു ടൈമിൽ എനിക്കൊന്നും നടന്നില്ല. ഉടമ്പടി പുതുക്കി പിറ്റേ ടൈമിൽ 65-ാം ദിവസമാണ് ഇയാൾ എന്നോട് ഒന്ന് ചോദിക്കുന്നത്. ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വസ്തുവാണല്ലോ എന്ന് കരുതി എനിക്ക് ഒരു 80 ലക്ഷം രൂപയുണ്ടെങ്കിൽ തൽക്കാലം ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 85 ലക്ഷം രൂപ ഞാൻ വില ചോദിച്ചു. ഞാൻ ആ വസ്തു യഥാർത്ഥത്തിൽ 60 ലക്ഷം രൂപയ്ക്ക് വരെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. ഒരു കാരണവശാലും നടക്കാതെ വന്നിരുന്ന് കിടന്ന വസ്തുവാണ്. ഉടമ്പടി വെച്ചു എന്നുള്ള ഒറ്റ ബോധ്യത്തിൽ, കൃപാസന അമ്മ എന്നെ സഹായിക്കുമെന്നുള്ള ഒറ്റ ബോധ്യത്തിൽ ഞാൻ ആ വസ്തുവിന് 85 ലക്ഷം രൂപ വില ചോദിക്കുകയും അദ്ദേഹം 83 ലക്ഷം രൂപയ്ക്ക് വസ്തു കൊടുക്കുകയും എനിക്ക് വെറും 15 ദിവസം കൊണ്ട് അതിൻ്റെ തീർത്ഥാടനം നടത്തി തരികയും ചെയ്തു. എന്നാൽ ഇതിനൊരു മറുപുറമുണ്ട്. അതായത് ഇദ്ദേഹം എൻ്റെ ഈ വസ്തു എടുക്കുമ്പോൾ ഈ പെൻഷൻ പറ്റുന്ന സമയത്ത് വീട് പണിയുന്നതിനായി അദ്ദേഹം എൻ്റെ നാട്ടിൽ ഏതാണ്ട് ഒരു 25 സെൻറ്റ് സ്ഥലം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഹൗസ് പ്ലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അയാൾ പറഞ്ഞ വിലക്ക് എടുക്കണം. ഏതാണ്ടൊരു 50,000 രൂപയ്ക്ക് കൂടുതൽ സെൻറ്റിന് വില കിട്ടിയല്ലാത്ത സ്ഥലം 65 ലക്ഷം രൂപയ്ക്ക് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ആ വസ്തു അദ്ദേഹം പറഞ്ഞ കണ്ടീഷൻ എടുത്തു. കാരണം എനിക്ക് വസ്തു വിറ്റ് പോയില്ലെന്നുണ്ടെങ്കിൽ ഈ SBI ഉൾപ്പെടെയുള്ള ബാങ്കുകളിലും പ്രൈവറ്റ് കടങ്ങളായി എനിക്ക് 80 ലക്ഷം രൂപയോളം കൊടുത്തു തീർക്കാനുണ്ട്. രാവിലെ ഞാൻ വെളുപ്പിനെ പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആ പ്രക്രിയ നടക്കുകയില്ല. കാരണം കടക്കാരെൻ്റെ വീട്ടിൽ വന്ന് കയറിയിരിക്കും. വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയുടെ സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥന സാധിക്കുകയില്ല. കാരണം കടം കൊടുക്കാനുള്ള ഞാൻ വാങ്ങിയിരിക്കുന്ന ആൾക്കാർ നിരന്തരമായി വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഞങ്ങൾക്കത് സാമ്പത്തിക ബുദ്ധിമുട്ടിന് പുറമെ മാനസിക ബുദ്ധിമുട്ടും കൂടെ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഏത് കാരണവശാലും ഈ പ്രോപ്പർട്ടി വിറ്റേ തീരുള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ കൃപാസനത്തിൽ തന്നെ വരുന്നത്. ഏതായാലും ഈ 50,000 രൂപ സെൻറ്റിന് വിലയുള്ള സ്ഥലം 65,000 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചതിൻ്റെ അകത്തും ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം ഉടമ്പടി രണ്ടാമത് പുതുക്കി 10 ദിവസം കൂടെ കഴിയുമ്പോൾ മൂന്നാമത് എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള സമയം വരും. ആ സമയം ഞാൻ ഈ 25 സെൻറ്റ് സ്ഥലം ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായി വെച്ചു. കാരണം ആ വസ്തുവിൻ്റെ ആധാരവും മറ്റ് കാര്യങ്ങളും വളരെ നിയമപരമായ സാധ്യതയില്ലാത്ത രീതിയിൽ കിടന്നതാണ്. ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം ആ വസ്തുവിനൊരു 15 അവകാശികളിലുണ്ട്. 15 അവകാശികൾ പല രാജ്യങ്ങളായിട്ടുള്ളവരാണ്. അതിൽ പലരും ജീവിച്ചിരിക്കുന്നവരാരും അതിൻ്റെ അകത്ത് റിലീസ് ചെയ്ത് കൊടുക്കാൻ വില്ലിങ് ആകാത്ത ആൾക്കാരായിരുന്നു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരെനിക്ക് ഈ വസ്തു തരുന്നത്. കാരണം ഇവരുടെ കയ്യിലിരുന്നാൽ ഈ വസ്തുവിന് ഒരു കാരണവശാലും അവരുടെ വീട് പണി നടക്കുകയില്ല, ഒരു കാര്യങ്ങളും നടക്കുകയില്ല. വസ്തു വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം നമുക്ക്. പക്ഷേ നിയമപരമായി ലീഗൽ ഒപ്പീനിയൻ പോകേണ്ട ഒരു കേസിനും ആ വസ്തു ഉപകരിക്കുകയില്ലാത്തൊരു കണ്ടീഷനുള്ള വസ്തുവായിരുന്നു. ഇതെനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം ഞാൻ 35 വർഷമായിട്ട് ആധാരം എഴുതുന്ന സ്റ്റേറ്റ് ലൈസൻസുള്ള ഒരു ലൈസൻസിയാണ്. ഞാനിതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. പക്ഷേ എനിക്കുണ്ടായിരുന്ന ഒറ്റ ഒരു വിശ്വാസം, കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അതുകൊണ്ട് അമ്മ എനിക്ക് ഈ വസ്തുവിൻ്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നടത്തി തന്നെ എനിക്കതിൽ നിന്നും പൂർണ്ണമായ മോചനം, വസ്തു വിറ്റ് പൂർണ്ണമായ മോചനം തരുമെന്നുള്ള കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ചു.
അങ്ങനെ ഞാൻ മൂന്നാമത് ഉടമ്പടി ഈ നിയോഗം പറഞ്ഞെടുത്ത് കൃത്യം 40-ാം ദിവസം തൊട്ടടുത്തുള്ള ഒരാൾ എന്നെ വിളിക്കുന്നു, ഇത് വസ്തു കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 50,000 രൂപയാണ് അയാൾ വില പറഞ്ഞത്. യഥാർത്ഥത്തിൽ 65,000 രൂപ സെൻറ്റിന് വില കൊടുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കുകയില്ല, ആ വിലയ്ക്ക് ഞാൻ തരികയില്ല. ഞാൻ 1,00,000 രൂപ വില ചോദിച്ചു. 1,00,000 രൂപ വില ചോദിക്കാൻ കാര്യം അവിടെ ഒരു 60,000 രൂപയിൽ കൂടുതൽ കിട്ടത്തില്ല. കൃപാസനത്തിൽ ഉടമ്പടിയിൽ ചേർത്തിരിക്കുന്ന വസ്തുവായതുകൊണ്ട് എനിക്ക് നടത്തി കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ 1,00,000 രൂപ വില ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അയാൾ ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് 1,00,000 രൂപയ്ക്ക് സമ്മതിക്കുകയും കൃത്യം 15-ാം ദിവസം എനിക്ക് ആധാരം നടത്തി തരികയും ചെയ്തു. ഈ 13 വർഷമായി വിൽക്കാൻ വിട്ടിരുന്ന പ്രോപ്പർട്ടിയും ഈ പറയുന്ന പ്രോപ്പർട്ടിയും വെറും 15 ദിവസം കൊണ്ട്, ഉടമ്പടി നടത്തി 15 ദിവസം കൊണ്ട് എനിക്ക് ആധാരം നടത്തി പൂർണ്ണമായും സ്വതന്ത്രനാകാൻ സാധിക്കുകയും എൻ്റെ കടബാധ്യതകളെല്ലാം ഏകദേശം തീരുകയും ചെയ്തു. ഇത്ര വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഈ സാക്ഷ്യം ഇവിടെ ഞാൻ പറയുവാൻ താമസിച്ചു പോയതിനെ ക്ഷമ ചോദിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജോസ്മിൻ. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. പാലക്കാട് മലമ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തത് 2021 28/11/2021 ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടെ നൽകിയിരുന്നു. അതിൽ ആദ്യത്തെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. കാരണം കുറേ വർഷങ്ങളായിട്ട്, ഒരു 6 വർഷത്തിലേറെയായിട്ട് എൻ്റെ തൊണ്ടയിൽ ടോൺസിൽ വലുതായി നൊഡ്യൂള് പോലെ വന്ന് അത് സർജറി കൂടാതെ അത് എടുത്തു മാറ്റാൻ പോകില്ലാത്തൊരു കാര്യമായിരുന്നു. നേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് റെക്കറൻ്റായിട്ട് ആൻറ്റിബയോട്ടിക് ഞാൻ എടുക്കുമായിരുന്നു. കാരണം ഇത് വേദന കൂടിക്കഴിഞ്ഞൊരു ലംബ് പോലെ വന്നിട്ട് അത് തൊണ്ട അടയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ അതിൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് അറിയാമായിരുന്നു ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് തരേണ്ടതെന്ന്. അത് എനിക്ക് ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണമായിട്ട് ഇപ്പോൾ 2 വർഷത്തേറെയായി അത് പൂർണ്ണമായിട്ട് മാറി. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഹെഡേക്കായിരുന്നു. പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഭയങ്കര ഹെഡേക്കായിരുന്നു. അതും ഉടമ്പടി തൈലവും ഉപ്പും ഇത് ഉപയോഗിച്ചിലൂടെ അതും പൂർണ്ണമായി മാറി. പഠിക്കാനൊക്കെ ഒരു തലവേദന ഒന്നും കൂടാതെ എനിക്ക് ഏറെ നേരം ഇരുന്ന് വായിക്കുവാൻ, രാത്രി 3 മണിയൊക്കെ വരുന്ന് പഠിക്കുമ്പോഴൊക്കെ അത് പൂർണ്ണമായിട്ട് മാറി. എനിക്ക് വേദനയൊന്നും കൂടാതെ പഠിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു. സിവിയറായിട്ടൊരു അലർജി ആയിരുന്നു. എന്ത് ഫുഡ് കഴിക്കുന്നതാണെന്ന് കഴിച്ചത് മൂലമാണ് ആ അലർജി വരുന്നതെന്ന് അറിയത്തില്ല. രാവിലെ ആകുമ്പോഴേക്കും ചുണ്ടൊക്കെ തടിച്ചു വരും, ദേഹമാസകലം ചൊറിഞ്ഞ്, അതുപോലെ തന്നെ ഹെയറൊക്കെ ലോസായി, കുറേ തലമുടിയെല്ലാം പോയി. അത് കഴിഞ്ഞ് സ്റ്റിറോയിഡായിരുന്നു ഡോക്ടേഴ്സ് തരുമ്പോൾ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതൊന്നും കഴിച്ചിട്ട് എനിക്ക് കഴിക്കുന്ന സമയത്ത് കുറയും. അത് കഴിഞ്ഞ് ആ മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോഴേക്കും വീണ്ടും പിറ്റേ ദിവസം അതുപോലെ തന്നെ ചൊറിഞ്ഞ്. പിന്നെ ഞാൻ ആ സ്റ്റിറോയിഡ് എന്നത് അത് ശരീരത്തിന് കേടുള്ളതായതുകൊണ്ട് അത് കഴിക്കുന്നത് നിർത്തിയിട്ട് ഞാൻ ഉടമ്പടി തൈലും ഉപ്പും മാത്രം എൻ്റെ അമ്മ എന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ തലയിലും എൻ്റെ ശരീരത്തും അത് തേച്ച് വരുമായിരുന്നു. അതിലൂടെ അതും പൂർണ്ണമായിട്ട് മാറി. അത് കാണാനേ ഇല്ല. എനിക്ക് എന്ത് കഴിച്ചാലും ഇപ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ മുമ്പ് ഞാൻ ഓൺലൈൻ ഉടമ്പടിയായിരുന്നു എടുത്തത്. ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് എൻ്റെ ഡെലിവറി സിസേറിയനായിരുന്നു, പ്രീടേൺ ലേബർ ആയിരുന്നു. ആ സമയത്തെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സഹായം, കൊറോണ കത്തി നിന്നൊരു സമയത്തായിരുന്നു. അപ്പോൾ ആരുടെയും സഹായം ഇല്ലാതെ കുഞ്ഞിനെ നോക്കാനൊക്കെ എനിക്ക് സാധിച്ചു. എൻ്റെ അമ്മേനെ കൊണ്ടുപോകാൻ ഒന്നും സാധിച്ചില്ല. അപ്പോഴൊക്കെ ആണെങ്കിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നു, സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും. അതുപോലെ തന്നെ 6 മാസമായപ്പോൾ എൻ്റെ കൊച്ചിന് രാത്രിയിൽ ഫിറ്റ്സ് വരികയാണ്. ആ ഫിറ്റ്സ് വരുന്ന സമയത്ത് 3 മണിയോളം ആയി. അപ്പം നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നെ ആരോ തട്ടി വിളിക്കുക. ഞാൻ വേഗം ചാടി എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കൈ മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നു. കൊച്ചിന് ശ്വാസമില്ല, ഫുൾ ബ്ലൂയിഷായി, കണ്ണ് മേൽപോട്ടായി. ആകെ എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്നറിയില്ല. പെട്ടെന്ന് തന്നെ എവിടുന്ന് ശക്തി കിട്ടിയെന്നറിയത്തില്ല. ഞാൻ എൻ്റെ കൊച്ചിന് ജീവൻ തിരിച്ചെടുക്കാനുള്ള പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും
പരിശുദ്ധ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് ചെയ്ത് കൊച്ചിനെ തിരിച്ച് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ബ്ലഡ് ടെസ്റ്റിലാണെങ്കിലും അതൊക്കെ നോർമലായിട്ട് കാണിക്കുകയും കൊച്ചിന് ഒരു കുഴപ്പമില്ലാതെ, അതുപോലെ തന്നെ നാട്ടിൽ വന്ന് അത് EG എടുത്തപ്പോഴും അവനെ നോർമലായിട്ട് കാണുകയും ചെയ്തു. ഇത് എന്നെ ആ സമയത്ത് ആരും വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് കൊച്ചിനെ തിരിച്ച് കിട്ടത്തില്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആ സമയത്ത് ആ വിളി എനിക്കതൊരു പ്രത്യേക ഒരു ശക്തിയായിട്ട് തോന്നി. പിന്നെ എൻ്റെ അനിയൻ്റെ ഉടമ്പടി വെച്ച കാര്യങ്ങളായിരുന്നു. എൻ്റെ അനിയൻ്റെ PECയുടെ എക്സാം SI സെലക്ഷനിലോട്ടുള്ളത്, അത് പ്രിലിമിനറിയും മെയിനും പാസ്സായി. അതിൻ്റെ പ്രോസസ്സിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതും വലിയൊരു അനുഗ്രഹമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എക്സാം തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം വെച്ചത് എൻ്റെ OET പാസ്സാകാനായിരുന്നു. പക്ഷേ അതുമാത്രം എനിക്ക് നടക്കുന്നില്ല. ബാക്കി എന്ത് കാര്യം പരിശുദ്ധ അമ്മയോട് ചോദിച്ചാലും, ബാക്കി ആരുടെ കാര്യം ചോദിച്ചാലും ഒരാഴ്ചയെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് നടത്തി തരുമായിരുന്നു. പക്ഷെ ഇത് മാത്രം എന്നെ ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അപ്പനും എനിക്ക് അറിയാം എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. എനിക്ക് തീർച്ചയായും അറിയാമെന്ന് എനിക്ക് അത്ര പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ലാസ്റ്റത്തെ ഞാൻ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് സ്പീക്കിങ്ങിൻ്റെ സമയത്ത് അറിയാം, ഡെയിലി നമ്മൾ സ്പീക്ക് ചെയ്യുന്ന ഒരു ലേഡീസിനേതായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ ജെൻഡർ മാറിപ്പോയി. എനിക്ക് കിട്ടിയൊരു മെയിലായിരുന്നു. അപ്പോൾ ആ സ്പീക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ ജെൻഡർ മാറിയാണ് അയാളെ അഡ്രസ്സ് ചെയ്തത്.